ഒരൊറ്റ ചിത്രം അസാധാരണമെന്ന് തോന്നിയേക്കും. പറഞ്ഞു വരുന്നത് 2024 ബേർഡ് ഫോട്ടോഗ്രാഫി ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ ചിത്രത്തെക്കുറിച്ചാണ്. 4000-ലധികം ജീവൻ വെടിഞ്ഞ പക്ഷികളാണ് ഒരൊറ്റ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. ചിത്രമുണർത്തുന്ന സന്ദേശമോ അതിർത്തികൾ ഭേദിക്കുന്നതും. ലോകമെമ്പാടുമുള്ള ഫോട്ടോഗ്രാഫർമാർ സമർപ്പിച്ച 23,000-ലധികം ചിത്രങ്ങളിൽ നിന്നാണ് പെട്രീഷ്യോ ഹോമോനിലോ പകർത്തിയ വെൻ വേൾഡ് കൊളൈഡ് എന്ന ചിത്രം ഒന്നാമതെത്തിയത്. ടോറന്റോയിൽ വെച്ചെടുത്ത ചിത്രമാണ് 23,000 എൻട്രികളെ മറികടന്നത്. ചിത്രത്തിൽ കാണുന്നത് നഗരത്തിലെ ജനലുകളിലും മറ്റു പ്രതിഫലന പ്രതലങ്ങളിലും കൂട്ടിയിടിച്ച് ജീവൻ നഷ്ടപ്പെട്ട പക്ഷികളെയാണ്. കൗതുകമായി തോന്നുമെങ്കിലും ഫോട്ടോ ചൂണ്ടിക്കാണിക്കുന്നത് ജീവന്റെ ദയനീയമായ അവസ്ഥയെയാണ്. ജനൽ ചില്ലുകളിലും കണ്ണാടികളിലും പക്ഷികൾ തട്ടി മരിക്കുന്നതിനെതിരെയുള്ള ബോധവൽക്കരണമാണ് പെട്രീഷ്യോ ഹോമോനിലോ തന്റെ ചിത്രത്തിലൂടെ എടുത്തു കാണിച്ചിരിക്കുന്നത്. വടക്കേ അമേരിക്കയിൽ മാത്രം ഓരോ വർഷവും കോടിക്കണക്കിന് പക്ഷികളാണ് ചില്ലു ഗ്ലാസുകളിലും മറ്റും തട്ടി കൊല്ലപ്പെടുന്നതെന്നാണ് പെട്രീഷ്യോ ഹോമോനിലോ പറയുന്നത്. ഏകദേശം 100 കോടി പക്ഷികൾ. പരിക്കേറ്റ പക്ഷികളിൽ 40% മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂവെന്നും കണ്ടെത്തി. പക്ഷികൾക്ക് ജനാലകളുടെ പ്രതിഫലനം തിരിച്ചറിയാനാവില്ലെന്നും അതിനാൽ വേഗത്തിൽ കൂട്ടിയിടി സംഭവിക്കുന്നെന്നും പെട്രീഷ്യോ ചൂണ്ടിക്കാട്ടി. പക്ഷികൾക്കായി സുരക്ഷിതമായ ഫിലിമുകൾ, ബേർഡ് സ്ക്രീനുകൾ, ജനാല ഗ്രില്ലുകൾ എന്നിവയുടെ ഉപയോഗത്തിന്റെ ആവശ്യകതയിലുള്ള പ്രാധാന്യമാണ് ഇതിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. കാനഡയിലെ ടോറന്റോയിൽ ജനാലകളിലും മറ്റ് പ്രതലങ്ങളിലും കൂട്ടിയിടിച്ചുണ്ടാവുന്ന അപകടങ്ങളിൽ നിന്നും പക്ഷികളെ സംരക്ഷിക്കുന്ന സാറ്റലൈറ്റ് അവയർനെസ് പ്രോഗ്രാമിന്റെ ഭാഗം കൂടിയാണ് കൺസർവേഷൻ ഫോട്ടോ ജേർണലിസ്റ്റായ പെട്രീഷ്യോ ഹോമോനിലോ. നമ്മൾ കണ്ടെത്തുന്ന മിക്ക പക്ഷികളും ജീവൻ നഷ്ടപ്പെട്ടവയായിരിക്കുമെന്നും അവയെ ശേഖരിച്ച് വർഷാവസാനം ജനങ്ങൾക്കിടയിൽ അവബോധം വർദ്ധിപ്പിക്കുന്നതിനായി പ്രദർശനം നടത്താറുണ്ടെന്നും പെട്രീഷ്യോ പറയുന്നു. When I found my first bird that had died due to such a preventable cause, I couldn't walk away. And I am a flat volunteer to this day. Best Portrait, Birds in Environment, Bird Behavior, Birds in Flight, Black and White, Urban Birds, Comedy Bird Photo, Conservation Award, Portfolio Award, Video Award എന്നീ വിഭാഗങ്ങളിലും പുരസ്കാരം നേടിയ ചിത്രങ്ങളും ഉണ്ടായിരുന്നു. സൂര്യോദയത്തിന്റെ തിളക്കമാർന്ന നിറങ്ങളാൽ ആകാശത്തിന്റെ ക്യാൻവാസിൽ ചിറകുകൾ വിരിച്ച് പറന്ന പക്ഷി മുതൽ ആഴം കണക്കാക്കാത്ത കടൽ പക്ഷി വരെ പക്ഷികളെയും അവയുടെ സ്വാഭാവിക ജീവ പരിസരങ്ങളെയും കാണിക്കുന്ന ചിത്രങ്ങളും ഉണ്ടായിരുന്നു അവാർഡ് നിരയിൽ. പക്ഷികൾ, അവയുടെ കൗതുകകരമായ പെരുമാറ്റങ്ങൾ എന്നിവ ഫോട്ടോഗ്രാഫർമാരുടെ ഒരു ആകർഷണീയ വിഷയമാണ്. ചിറകുള്ള ഈ അത്ഭുതങ്ങളെ ക്യാമറയിലൂടെ പകർത്താൻ ആവശ്യമായ കലയും വൈദഗ്ധ്യവുമെല്ലാം ലോകത്ത് ആഘോഷിക്കപ്പെടുക തന്നെ ചെയ്യണം. വാക്കുകൾ അവ്യക്തമാകുമ്പോൾ ഞാൻ ഫോട്ടോഗ്രാഫുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ചിത്രങ്ങൾ അപര്യാപ്തമാകുമ്പോൾ ഞാൻ നിശബ്ദതയിൽ തൃപ്തനാകും എന്ന് പറഞ്ഞ ലോക പ്രശസ്ത തത്വചിന്തകൻ അൻസൽ ആഡംസും നിങ്ങൾ പകർത്തുന്ന ഓരോ ചിത്രത്തിലും ഈ നിമിഷത്തിന്റെ മാനവികത നിർബന്ധമായും അടങ്ങിയിരിക്കണം എന്ന് ഓർമ്മിപ്പിച്ച റോബർട്ട് ഫ്രാങ്കിനെയുമെല്ലാം ആഗോള താപനത്തിന്റെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ഈ കാലഘട്ടത്തിലും ഓർമ്മിക്കാവുന്നതാണ്. This is something we can prevent. We are losing our migratory birds at a catastrophic rate. Treat your windows, turn off the lights, and demand that your governments create bird-safe city standards. We can do this.